പേഴ്സണൽ ലോൺ എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വായ്പകളുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് പ്രത്യേക കാരണം നമ്മൾ ഉണ്ടായിരിക്കും. അത് തിരിച്ചറിയുകയും വേണം. മിക്ക വ്യക്തിഗത വായ്പകളും വൈവിധ്യപൂർണ്ണമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് വിദ്യാഭ്യാസം, വീട് പുതുക്കിപ്പണിയൽ, മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ, കടമേകീകരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിനായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യമില്ലാത്ത ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. പുതിയ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ചെലവ് ഉടനടി ആവശ്യമാണോ അതോ മറ്റിതര ഫണ്ട് സ്രോതസ്സുകൾ ലഭ്യമാകുമോ എന്നൊക്കെ കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, എത്ര തുകയാണ് നമ്മൾ ലോണായിട്ട് വാങ്ങേണ്ടത് എന്ന് നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള തുക നമ്മൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അശ്രദ്ധമായിട്ട് കടം വാങ്ങുന്നത് കാലക്രമേണ ഉയർന്ന പലിശ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ കാരണമായി തീരും. കൂടാതെ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. അതേസമയം ലോൺ എടുക്കുന്നത് നിങ്ങൾക്ക് ഫണ്ടുകളുടെ കുറവ് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായ തുക എഴുതിയിട്ട് വേണം അത് വാങ്ങാൻ. അടുത്ത്, നമുക്ക് EMI താങ്ങാൻ കഴിയുമോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുക. ലോൺ എടുക്കുന്നവർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. തുല്യമായ പ്രതിമാസ ഇൻസ്റ്റാൾമെന്റ് കണക്കാക്കി നിങ്ങളുടെ തിരിച്ചടവ് ശേഷി ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതാണ്. മൊത്തം EMIകൾ നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന്റെ 40% കവിയരുത് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഇത് കണക്കാക്കി എടുക്കേണ്ടത്. അടുത്തത്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതായത് പ്രമുഖ ക്രെഡിറ്റ് ബ്യൂറോകൾ നൽകുന്ന 3 അക്ക സംഖ്യയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് 300-നും 900-നും ഇടയിലാണ് വരുന്നത്. 700-ൽ കൂടുതലുള്ള സ്കോർ പൊതുവെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും 750-ൽ കൂടുതലുള്ള ക്രെഡിറ്റ് സ്കോർ മികച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിരന്തരം നിരീക്ഷണം നടത്തുന്നതും നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും എളുപ്പമുള്ള നിബന്ധനകളിലും വ്യവസ്ഥകളിലും വായ്പകൾ നേടാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ലോൺ നൽകുന്നവരെ താരതമ്യം ചെയ്യണം. അതായത് പലിശ നിരക്കുകൾ, പ്രോസസ്സിംഗ് ഫീസ്, വായ്പ വ്യവസ്ഥകൾ, നിബന്ധനകൾ മുതലായ ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ ലോണിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് വ്യത്യസ്ത ബാങ്കുകളുമായി താരതമ്യം ചെയ്യാൻ കൂടെ ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തിഗത വായ്പ കണ്ടെത്താൻ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉപഭോക്തൃ സേവന പ്രതിനിധികളുമായിട്ടും ഒന്ന് സംസാരിക്കുക. തീരുമാനമെടുക്കുന്നതിന് മുൻപായി പേയ്മെന്റ് പിഴവുകൾ, ഉപഭോക്തൃ സേവനം, വായ്പാദാതാവിന്റെ വിശ്വസ്തത, മറിഞ്ഞിരിക്കുന്ന ചാർജുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പരിഗണിച്ചിട്ട് വേണം നിങ്ങളൊരു പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുവാൻ.